ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ അനാലിസിസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് ഏതായാലും ഒന്ന് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ബ്രെൻഡ് അല്ലെങ്കിൽ WT ക്രൂഡൊക്കെ ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് സർട്ടൻലി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ബുള്ളിഷായി മാറണമെങ്കിൽ $67 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $63 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇന്ന് 1% നേട്ടമുണ്ട്. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ഗോൾഡ് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവലും ഒപ്പം ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $3745 ലെവലിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് സ്വർണത്തിലെ 2 മേജർ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 3840, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 3880. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട സൂചിയൊക്കെ നേട്ടം രേഖപ്പെടുത്തി 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. 3 ദിവസത്തെ കറക്ഷന് ശേഷമായിരുന്നു നമുക്ക് വെള്ളിയാഴ്ച വീണ്ടും ഒരു റിക്കവറി കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 45,780 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിലവിലുള്ള ഓൾ ടൈം ഹൈ 46,800 ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ കണ്ട അത്രയും ശക്തി നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 24,180. ഇതിന്റെ ഓൾ ടൈം ഹൈ 24,800. അത് തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടത് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. 1% അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 24,654 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ക്ലോസിംഗ് ഉണ്ടായത്. ഇന്നിപ്പോൾ നിഫ്റ്റിയൊക്കെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ഇതിനൊരു തിരിച്ചൊരു വരവ് മാർക്കറ്റ് ഒരു റിക്കവറിക്കുള്ള ഒരു സാധ്യത ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ താങ്കൾ കാണുന്നുണ്ടോ? വിഷ്ണു, നിഫ്റ്റി 50യുടെ വളരെ എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് സോൾഡ് റീഡിംഗ് കാണാൻ സാധിക്കുന്നത്. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ മേജർ സപ്പോർട്ട് 24,800 മുതൽ 24,600 വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ആ ഒരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്യപ്പെട്ടത്. എങ്കിലും തുടർച്ചയായിട്ട് ഇത്രയും ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതിനെ തുടർന്ന് അണ്ടർടോണിൽ അല്പം വീക്ക്നെസ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഇന്ന് മാർക്കറ്റിൽ ഇന്നും നാളെയൊക്കെ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാനായിരിക്കും നമ്മൾ ശ്രമിക്കേണ്ടത്. സാർ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. 54,389 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 1.07% ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു ടെക്നിക്കൽ ഒപ്പീനിയൻ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ സിമിലർ വ്യൂ. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 55,200 മുതൽ 55,500. ആ ഒരു റേഞ്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും ബ്രേക്ക് ചെയ്യാനായിട്ട്. ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള ഒരു ഓഹരി ഓയിൽ ഇന്ത്യയാണ്. ഓയിൽ ഇന്ത്യ 1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 410 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസങ്ങളിലെ പ്രകടനം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് മാർച്ച് മുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തി വന്ന ഒരു ഓഹരി കഴിഞ്ഞ മാസത്തിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ഇപ്പോൾ ഓയിൽ ഇന്ത്യയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? ഓയിൽ ഇന്ത്യ ഇസ് എ സ്മോൾ മിഡ് ക്യാപ് കമ്പനി. ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 380 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 425 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 450 ആയിരിക്കും പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ്. സാറിന് നമുക്ക് ജിയോ ഫിനിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.91% ഒരു ഇടിവാണ് വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 295 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഏതായാലും മാർച്ച് തുടങ്ങിയ ഒരു സ്റ്റോക്കിൻ്റെ ഒരു നേട്ടം നോക്കുമ്പോൾ 47% ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞൊരു മാസവും നോക്കുമ്പോൾ ഇടിവ് രേഖപ്പെടുന്നുണ്ട് ഓഹരി. ജിയോ ഫിന്നിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ടെക്നിക്കൽ ലെവൽസ് ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ജിയോഫിന്റെ കേസിൽ ഓഗസ്റ്റ് മാസം മുതൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറിയിട്ടുമുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ തൽക്കാലം ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്നത് 280 പ്രോഫിറ്റ് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 310 മുതൽ 318 വരെ. സാറിന് അടുത്തൊരു ഓഹരി ഉള്ളത് ഐനോക്സ് വിൻഡാണ്. നമ്മൾ ഓഹരി നോക്കുമ്പോൾ 2.61% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ജൂൺ മുതൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നു 135. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 143 മുതൽ 150 വരെ. നമുക്ക് റെയിൽവേ ഓഹരിയായ RVNLന്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി നോക്കുമ്പോൾ 2.52% ഇടിവായിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 337 എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴൊരു ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. RVNLൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? RVNLന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 326. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നു. സാറിന് നമുക്ക് ഓലയിലുള്ളൊരു വ്യൂ ആണ് അറിയേണ്ടത്. ഓലയിൽ ഇന്നലെ വെള്ളിയാഴ്ച നോക്കുമ്പോൾ 2% ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 54 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു ഓഹരിയിൽ നമുക്കൊരു ബോട്ടം കണ്ടെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ താങ്കൾക്കുണ്ട്. കാരണം കഴിഞ്ഞ മാസം ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഓഹരിയിൽ സാധിച്ചിരുന്നു. ഒല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്കൊരു ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റിയും നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 51.50 സപ്പോർട്ട് അയക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എസ്പെഷ്യലി ഷോർട്ട് ടേം ട്രേഡിംഗ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 55.60 മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ്. സാറിന് അദാനി പവറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.85% ഇടിവായിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ ഉണ്ടായിരുന്നത്. 146 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദാനി പവറിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അദാനി പവറിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും മറ്റ് അദാനി സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 130 ആയിരിക്കും ഇതിന്റെ മേജർ സപ്പോർട്ട് ഏരിയ. ഇന്നത്തെ മാർക്കറ്റിൽ ഇതിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. സാറിന് ഈ ശില്പ മെഡിക്കെയറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ശില്പ മെഡിക്കെയർ നോക്കുമ്പോൾ 2.63% ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. 771 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ജൂണിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഓഹരിയിൽ ഇപ്പോൾ എന്താണ്? ശില്പ മെഡിക്കെയർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 758 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 800 മുതൽ 845 വരെ.
സാറിന് ആർ സിസ്റ്റംസ് ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ 2.71% ഇടിവ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിട്ട് 416 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. നമുക്ക് കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു മാസത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വോളിയം ട്രേഡിംഗ് ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ആ സിസ്റ്റത്തിന്റെ കേസിലും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിലും ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നല്ല സെല്ലിംഗ് പ്രഷർ വരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 397 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുക. സാറിന് നമുക്ക് TCSൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.97% ഇടിവാണ് ഓഹരിയിൽ കണ്ടത്. 2899 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓഹരി നോക്കുമ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി. TCSൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? TCSന്റെ കേസിൽ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ശക്തമായിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ഔട്ട്ലുക്ക് ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സാറിന് നമുക്ക് നെറ്റ് വെബിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി സംബന്ധിച്ച് 2% ഒരു നേട്ടം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിലും കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം നമുക്ക് ഈ ഒരു മാസം ഓഹരിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓഹരി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. മാത്രമല്ല വലിയ രീതിയിലൊരു വോളിയം ബിൽഡപ്പ് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു വോളിയത്തിൽ നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് വെബിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? നെറ്റ് വെബിന്റെ കേസിലും ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3500 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഇസ് ബിക്കമിങ് എ ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വളരെ ഹൈ പോസിബിലിറ്റി ഉണ്ട്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാർ നമ്മുടെ അടുത്ത വാച്ച് ലിസ്റ്റിലുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് പവർ ഗ്രിഡാണ്. പവർ ഗ്രിഡിനെ സംബന്ധിച്ച് നമുക്ക് വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് 0.76% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 282 എന്നുള്ളൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പവർ ഗ്രിഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? പവർ ഗ്രിഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 270 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാർ നമുക്കിനി റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് അറിയേണ്ടത്. DLFൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. DLFൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് മാർച്ച് തുടങ്ങിയ ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്ത ഓഹരിയിൽ എന്നാൽ നമുക്ക് ഈ ഒരു ജൂലൈ മുതൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 716 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. DLFൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി DLFന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഹെവി സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് കവറിംഗ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിംഗ് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 740 മുതൽ 760 രൂപ വരെ. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യാനും ശ്രമിക്കാം. ഇനി ട്രെൻഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ട്രെൻഡ് 1.34% ഇടിവിൽ 4679 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും ട്രെൻഡിൽ നമുക്കൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ട്രെൻഡിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസ് ഏതൊക്കെയാണ്? ട്രെൻഡിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 4500 കാണുന്നത്. 4500 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷനിൽ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക. നമ്മൾ മറ്റ് പല സ്റ്റോക്സിലും കണ്ടതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും അടുത്ത 2 സെഷൻസിലും നമുക്കൊരു ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 4800 മുതൽ 5000 രൂപ വരെ. സാറിന് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെയുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച 1.29% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 672 എന്നൊരു വിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കൾ മുന്നോട്ടുള്ളൊരു കുതിപ്പിനുള്ളൊരു എക്സ്പെക്റ്റേഷൻ കാണുന്നുണ്ടോ? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു.
ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 725 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. കൈവശം ആദ്യ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 650 രൂപയുടെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പും മെയിൻറ്റെയിൻ ചെയ്യണം. സാർ, ഇനി നമുക്ക് വാച്ച് ലിസ്റ്റിലുള്ളൊരു സ്റ്റോക്ക് അവന്തി ഫീഡാണ്. അവന്തി ഫീഡിനെ സംബന്ധിച്ച് നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 3.5% മുകളിലേക്കൊരു ഇടിവാണ് ഓഹരിയിൽ കണ്ടത്. 646 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 6 മാസങ്ങളിലായി നമുക്ക് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ക്ലോസിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവന്തി ഫീഡിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? അവന്തി ഫീഡിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവല് 613 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 680 മുതൽ 720 രൂപ വരെ. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 780 രൂപ. സാർ, നമുക്ക് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ 2.73% ഇടിവിൽ 1874 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മാസം ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടൊരു ക്ലോസിംഗ് നടത്തിയതിന് ശേഷം ഈ മാസം നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 16% നേട്ടം രേഖപ്പെടുത്തിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1840 രൂപ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 2000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് ഗബ്രിയേൽ ഇന്ത്യയാണ്. 1.31% ഇടിവായിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 1237 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ എല്ലാ മാസവും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഓഹരി കുതിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഈ മാസമൊക്കെ തന്നെ നമുക്ക് കാണുന്നത് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ്. ഗബ്രിയേൽ ഇന്ത്യയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഗബ്രിയേലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1190 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 1330 രൂപ. സാറിന് IT സൂചികളിൽ നിന്നുള്ള വിപ്രോയുടെ ഒരു ടേക്കാണ് നമുക്ക് അറിയേണ്ടത്. 2.58% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 235 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിപ്രോയിൽ താങ്കളുടെ വാച്ച് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? വിപ്രോയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 238 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്ത അറിയേണ്ട ഒരു സ്റ്റോക്ക് വാരി എനർജീസ് ആണ്. വാരി എനർജീസ് നോക്കുമ്പോൾ 6% മുകളിലേക്ക് ഒരു ഇടിവായിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. വലിയ സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. 3207 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഈ ഒരു മാസം ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് നമുക്കൊരു ഇടിവ് കാണാൻ സാധിച്ചത്. വാരി എനർജീസിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വാരി എനർജിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇടിവിനെ തുടർന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3160 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 3400 മുതൽ 3600 ഈ റേഞ്ചിലേക്ക് റെസിസ്റ്റൻസ്. സാറിന് നമുക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.82% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 4736 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ചെറിയൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. HAL-ൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കണ്ട വളരെ സിമിലർ പാറ്റേൺ HAL-ലും കാണാൻ സാധിക്കുന്നത്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 4690 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് ഈ ആഴ്ച ഒരു ബൈയിങ് ലഭിക്കണമെങ്കിൽ 4830 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്കിനായിട്ട് വെയിറ്റ് ചെയ്യുക.
സാറിന് NTPC ഗ്രീൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 99 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3 മാസം നോക്കുമ്പോൾ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. NTPC ഗ്രീനിൽ താങ്കളുടെ ഒരു വ്യൂ ഇപ്പോൾ എന്താണ്? NTPCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 99 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 107 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യും. സാറിന് നമുക്ക് ലക്ഷ്മി ദന്തലിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.45% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 316 എന്നൊരു പ്രൈസിലാണ് നമുക്ക് ക്ലോസിംഗ് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോഴൊരു ഓൾ ടൈം ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മാസം ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 298 രൂപയിൽ സ്പ്ലിറ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 325, 345 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സാറിന് ആർത്തി ഫാർമയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.28% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 824 ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? ആർത്തി ഫാർമ. ആർത്തി ഫാർമയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. ഈ ഒരു കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ശക്തമായിട്ട് ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാനിടയായത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 790 രൂപയിൽ സ്പ്ലിറ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് 845 മുതൽ 880 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. സാറിന് വിശാൽ മെഗാമാർട്ടിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഏപ്രിൽ തുടങ്ങിയൊക്കെ മികച്ചൊരു നേട്ടം ഓഹരിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഓഹരി ഓൾമോസ്റ്റ് ഒരു 50% മുകളിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചയും 1% മുകളിൽ ഇടിവായിരുന്നു. വിശാൽ മെഗാമാർട്ടിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇപ്പോൾ? വിശാൽ മെഗാമാർട്ടിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 141 രൂപയിൽ സ്പ്ലിറ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് നമുക്ക് സമീറ ആഗ്രയുടെ വ്യൂ ആണ് അറിയേണ്ടത്. സമീറ ആഗ്ര നോക്കുമ്പോൾ 5% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുന്നത്. 15 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു വ്യൂ ഇപ്പോഴെന്താണ്? സമീറ ആഗ്രോ is a small cap stock and ഈ ഒരു സ്റ്റോക്കിന്റെ കഴിഞ്ഞ 4-5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതില് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. പല ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്ക് ഒന്നല്ല അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഉടനടി ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. ഇത്തരം സ്റ്റോക്കിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യും. സാർ, അടുത്ത് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് മോഷിപ്പ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. മോഷിപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 4.3% ഇടിവാണ് വെള്ളിയാഴ്ച കണ്ടത്. 239 എന്നൊരു ട്രേഡിംഗ് പ്രൈസാണ് കാണുന്നത്. ഓഹരി സംബന്ധിച്ച് ഈ ഒരു മാസം വലിയ രീതിയിലൊരു വോളിയം നടന്നിട്ടുണ്ട് ട്രേഡിങ്ങിൽ. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മാസം ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോഷിപ്പിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അതോ മുന്നോട്ടൊരു കുതിപ്പിനുള്ള ഒരു സാധ്യതയുണ്ടോ? മോസ്റ്റിപ്പിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ആദ്യത്തെ 215, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 203. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് കംപ്ലീറ്റ് ആവട്ടെ, അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. സാറിന് നമുക്ക് കിറ്റക്സിൻ്റെ ഒരു വ്യൂ ആണ് അവസാനമായി അറിയേണ്ടത്. കിറ്റക്സിൻ്റെ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 4.31% ഇടിവിലാണ് ട്രേഡിംഗ് നടന്നതായിട്ട് കാണുന്നത്. 190 എന്നൊരു പ്രൈസിലായിരുന്നു ഇപ്പോഴൊരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം ജൂണിൽ തുടങ്ങിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ കിറ്റക്സിൻ്റെ ഓഹരികളിൽ എന്താണ്? വിഷ്ണു, അമേരിക്കയുടെ ടാരിഫ് നയത്തെ തുടർന്ന് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ പെടുന്ന ഒരു സ്റ്റോക്ക് കിറ്റക്സ്.
ആൻഡ് കിറ്റക്സിന്റെ കേസിൽ KPR മിൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ് മുതലായ സ്റ്റോക്കിലൊക്കെ നമുക്ക് ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കിറ്റക്സിന്റെ സ്പെഷ്യൽ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 2-3 മാസത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 180 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 230 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ്. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയിൽ ഇപ്പോൾ നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്.